മുഖത്തുള്ള രോമം നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാം. അതും ബേണിങ്ങും പെയിനും ഇല്ലാതെ. അയ്യോ, ഇനി വാക്സ് ചെയ്യണമല്ലോ എന്ന് വിചാരിക്കാൻ വേണ്ട. വെറും 20 മിനിറ്റ്സ് മാത്രം മതി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നമുക്ക് മിക്ക പേർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ഫേഷ്യൽ ഹെയർ എന്ന് പറയുന്നത്. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡാണ് വാക്സിങ്, ഷേവിങ്, റേസർ യൂസ് ചെയ്യണതെല്ലാം. വാക്സിങ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാനാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡേഞ്ചറസ് ആണ്. നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് തന്നെ പണി കിട്ടും. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും വാക്സിങ് പേടിയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു ഈസി സ്റ്റെപ്പാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നത്. ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാനൊരു ഗീവ് അവേ നടത്തിയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരു ഗിവ് അവേ നടത്താം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബേബി ഹെയർ പോകാനായിട്ട് ഈസി ഹോം റെമഡിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ 3 ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുമ്പം ഗ്രാം ഫ്ലോർ ആണ്. കടലമാവാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് അല്ലാതെ നമ്മൾ ഇപ്പോൾ പഴംപൊരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യില്ല, ആ കടലമാവാണ്. അതിനുശേഷം എടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് ഞാൻ കറിക്ക് യൂസ് ചെയ്താണ് അല്ല എടുത്തേക്കുന്നത്. ഒരിക്കലും കറിക്ക് യൂസ് ചെയ്യണം എടുക്കല്ല, ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് എടുക്കരുത്. ഇത് ഞാൻ അല്ലാതെ നമുക്ക് ഈ അങ്ങാടി കടയിൽ നിന്നൊക്കെ കിട്ടൂലേ, ആ ഒരു മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. വലിയ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള മഞ്ഞ കളറുള്ള അല്ല, ഇത് ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെടുക്കുക. പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് പാലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ പാലിൻ്റെ കാര്യം ഞാൻ എന്താണെന്ന് പറയാം. ഫസ്റ്റ് ഈ കടലപ്പൊടി നമുക്ക് എത്രയാണ് നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടത്, എല്ലാവർക്കും ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കില്ല. ഞാൻ ഫേസിലും കയ്യിലും നെക്കിലും ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം അതിന് വേണ്ട ക്വാണ്ടിറ്റിയിലുള്ള കടലമാവാണ് ഞാൻ എടുക്കുന്നത്. ഞാനിങ്ങനെ ജസ്റ്റ് തട്ടിക്കൊടുക്കുകയാണ്. സ്പൂൺ വേസല്ല എടുക്കുന്നത്, കാരണം എനിക്ക് എത്ര വേണമെന്ന് എനിക്ക് കറക്റ്റ് അറിയാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി. ഒരുപാട് പിഗ്മെൻറ്റ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒരുപാട് എടുക്കണ്ട, കുറച്ച് പിഗ്മെൻറ്റ് മതി. പക്ഷെ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ഇത് മിക്സ് ചെയ്യാനായിട്ട് പാലാണ് എടുത്തേക്കുന്നത്. പാല് കുറച്ചെടുത്ത് പച്ചപ്പാൽ വേണം എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം ഈ കടലപ്പൊടി കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് സ്പൂൺ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ കൈയായാലും മതി. ഞാൻ ഇവിടെ സ്പൂണാണ് യൂസ് ചെയ്തത്. ഞാൻ വീണ്ടും കുറച്ചുകൂടി പാല് ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഭയങ്കര തിക്കായിപ്പോയി. ഭയങ്കര തിക്കാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പാൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി എത്രയാണ് അത്രയും എടുക്കുക. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കട്ടയായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഞാൻ എടുത്തേക്കുന്ന കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ വലിയ തിക്കും അല്ല, എന്നാൽ ഭയങ്കരമായിട്ട് ലൂസും അല്ല. ഫേസിലിട്ടാൽ ഇങ്ങനെ ഒലിച്ച് പോവാത്ത രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് വലിയ ലൂസും ആക്കരുത്, എന്നാൽ വലിയ തിക്കും ആക്കരുത്. കുറച്ച് ലൂസായിട്ടുള്ള നമ്മുടെ ഫേസിൽ ഇട്ടാൽ ഒലിച്ച് പോവാത്ത രീതിയിലുള്ള കൺസിസ്റ്റൻസി വേണം നമ്മൾ എടുക്കാനായിട്ട്. വാക്സിങ്ങിൻ്റെ ഗുണമെന്ന് പറയുമ്പം അത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. എത്ര തിക്കായാലും എത്ര തിന്നായാലും അത് പെട്ടെന്ന് തന്നെ ഹെയർ റിമൂവ് ആക്കും. എന്നാൽ ഒരു ഹോം റെമഡി എന്ന് പറയുമ്പം നല്ല തിക്ക് ഹെയർ ആണെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഒരിക്കലും കിട്ടില്ല. ബട്ട് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് നമുക്കൊരു കൺട്രോൾ ആവുകയും ചെയ്യും. ഇപ്പോൾ വാക്സിങ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വാക്സ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ബേബി ഹെയർസ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വാക്സ് ചെയ്യണം. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഫേസ് പാക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു ഹോം റെമഡിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ് ഹെയർ ഗ്രോത്ത് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ബേബി ഹെയർസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. കുഞ്ഞു ഫേഷ്യൽ ഹെയർ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ആയിരിക്കും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്നത്. വാക്സിങ് ആണോ അതോ ഒരു ഹോം റെമഡി മതിയോ എന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. വാക്സിങ്ങിൻ്റെ എന്ന് പറയുമ്പം കുറച്ച് ഡേഞ്ചറസ് ആണ്. നമുക്ക് ഫേസ് ബേൺ ചെയ്യാം. അതുപോലെ തന്നെ റെഡ്നെസ് ഉണ്ടാവാം. പിന്നെ ചിലപ്പോൾ നമുക്ക് മുറിഞ്ഞൊന്നും വരാം. എനിക്കങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്ന്. അപ്പോൾ ഇതാണ് വാക്സിൻ കൊണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാക്സിങ്ങിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്നൊരു കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ ഉറപ്പായിട്ടും വാക്സിൻ്റെ വീഡിയോ ഇടാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പണ്ട് ഒരു DIY ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ട് ഒരു 6 മന്തൊക്കെ ആവും. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഞാൻ അത് ചെയ്തത് ചെന്നൈയിൽ വെച്ചാണ് ട്രൈ ചെയ്തത്. വീട്ടിൽ വെച്ചൊക്കെ ട്രൈ ചെയ്താൽ എൻ്റെ ഈശ്വര എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും ഞാൻ ഈ കിടന്ന് വിളിക്കുമ്പോഴൊക്കെ. ഞാനത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഒരു ഫേഷ്യൽ വാക്സിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ സ്വന്തമായിട്ട്, ആരും വീട്ടിലായിരുന്നു, അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തൊരു സംഭവമാണ്. അതെനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആരും അങ്ങനെ ചെയ്യരുത്.
അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിമെൻറ്റ് വീട്ടിൽ സ്വന്തമായിട്ട് ആരും ഇല്ലാത്തപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കൊന്ന് ആശ്വാസമാവും. ഞാൻ മാത്രമല്ലല്ലോ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്ത് പണി കിട്ടിയത് എന്നൊരു സമാധാനത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കയ്യിൽ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ക്വാണ്ടിറ്റി വേണം എന്ന് നോക്കിയിട്ട് ക്വാണ്ടിറ്റി എടുക്കണം. എനിക്ക് ഫേസിലും നെക്കിലും ഹാൻഡിലും യൂസ് ചെയ്യണതുകൊണ്ട് ഞാൻ അത്രയും ക്വാണ്ടിറ്റിയാണ് എടുത്തത്. അതുകൊണ്ടാണ് കറക്റ്റ് ഞാൻ ഒരു എത്ര സ്പൂൺ എടുക്കണം എന്ന് ഞാൻ പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ റിമൂവ് ചെയ്യേണ്ട സ്ഥലത്തിടുമ്പോൾ കുറച്ച് തിക്കായിട്ട് ഇടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തിക്കായിട്ട് ഇട്ടതിന് ശേഷം ഇത് നല്ലപോലെ ഡ്രൈ ചെയ്യണം. ഡ്രൈ ആയതിന് ശേഷം വേണം നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ തിക്കായിട്ട് ഇടണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കുറച്ച് എഫക്റ്റീവ് ആവാനായിട്ടും കൂടിയാണ് തിക്കായിട്ട് ഇടണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ കടലമാവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കടലമാവ് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ കുറേ ദിവസം ഈ ഫ്രിഡ്ജിന് പുറത്തിരിക്കണയൊക്കെ ആണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് വേണം എടുക്കാൻ. കാരണം അതിൽ ഈ ഉളുപ്പൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. അത് ചീത്തയായി ഇരിക്കണമെങ്കിൽ നമുക്ക് അതൊരിക്കലും ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് ലൂസായിട്ട് വാങ്ങുകയാണെങ്കിൽ അതിലും ഒന്ന് ചെക്ക് ചെയ്തേക്കണം. കാരണം അതിൽ നമുക്ക് ഡേറ്റ് കാണത്തില്ല, എന്നാണ് അതിൻ്റെ ഡേറ്റ് എന്നുള്ളത്. അപ്പോൾ അതും ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റേ ലൂസല്ല മറ്റല്ലാതെ പാക്കിലുള്ളതാണെങ്കിൽ അതിൽ എം ആർ പി അല്ല ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ അടുത്ത് ടർമറിക്കിൻ്റെ എന്ന് പറയുമ്പം നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്നത്, അതായത് നമ്മൾ പ്യുവറായിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യണം. ഈ അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് നല്ലതായിരിക്കും. സാധാരണ ഈ ആയുർവേദ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങണതൊക്കെ നല്ലതായിരിക്കും. പിന്നെ അല്ലാതെ ഫാൻസിയിൽ നിന്ന് പോയി നമ്മൾ ഈ ടർമറിക്ക് വാങ്ങണത് അതിൽ ഫുള്ള് കളർ മാത്രമായിരിക്കും. അത് ഒറിജിനൽ മഞ്ഞൾപ്പൊടി ആയിരിക്കത്തില്ല. കൂടുതലും നല്ലത് നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ നിന്ന് ഒരിക്കലും മഞ്ഞൾപ്പൊടി എടുക്കാൻ പാടില്ല. മഞ്ഞൾപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കിയെടുക്കാം. ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ നല്ല ഈ കസ്തൂരി മഞ്ഞൾ, നിങ്ങൾ ഏത് മഞ്ഞളാണ് യൂസ് ചെയ്യണേ, പച്ച മഞ്ഞളാണോ കസ്തൂരി മഞ്ഞളാണോ എടുത്തിട്ട് നല്ലപോലെ വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് അത് ഉണക്കാൻ വയ്ക്കുക. 2-3 ദിവസം ഉണക്കാൻ വെച്ച് നല്ലപോലെ പൊടിയണ ഒരു ഇതാവുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അത് ചെയ്യാൻ പറ്റണതാണ്. അപ്പോൾ ഞാൻ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞു. 10 മിനിറ്റ്സ് കഴിഞ്ഞ് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. കയ്യിലുള്ളതെല്ലാം ഞാൻ ഫേസ് പാക്ക് ഇട്ടതായിട്ട് അറിഞ്ഞിട്ട് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഫേസിൽ നെറ്റിയുടെ അവിടെയൊക്കെ ഉണങ്ങി, കവിളിൻ്റെ അവിടെ കുറച്ച് ഉണങ്ങി. അപ്പം ഈ ഒരു പരുവാവണം. ഫേസിൽ നല്ലപോലെ ഡ്രൈ ആവണം കേട്ടോ. അപ്പോൾ ഹെയർ ഉള്ളിടത്തൊക്കെ നല്ലപോലെ ഡ്രൈ ആയി. അപ്പോൾ ഈ പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഫേസിൽ നല്ല ഡ്രൈ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫേസിൽ വാട്ടർ യൂസ് ചെയ്ത് മസാജ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ബൗളിൽ വാട്ടർ എടുക്കുക. വാട്ടർ എടുത്തതിന് ശേഷം ഫേസിൽ കൈകൊണ്ട് തന്നെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് ചെയ്യല്, കുറച്ച് സ്മൂത്തായിട്ട് ചെയ്താൽ മതി. ഹെയർ ഉള്ള ഭാഗത്ത് നല്ലപോലെ റൗണ്ട് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ട് ഫേസിൽ എവിടെയാണ് എനിക്ക് ഹെയർ ഉള്ളത് അവിടെ ഞാൻ റൗണ്ട് മസാജാണ് ചെയ്യുന്നത്. ഇത് എല്ലായിടത്തും, അതായത് നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഭാഗത്ത് എവിടെയാണ് നമുക്ക് ഫേഷ്യൽ ഹെയറൊക്കെ ഉള്ളത്, ഈ ബേബി ഹെയർ ഉള്ളത്, അവിടെ നല്ലപോലെ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസിലുണ്ടായ ഡിഫറൻസ് ഉറപ്പായിട്ട് മനസ്സിലാവാൻ പറ്റും. ഞാൻ ലൈവായിട്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്യണതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ബേബി ഹെയർ റിമൂവും. അതുപോലെ തന്നെ ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീക്കിലി 2 or 3 ഡേയ്സ് യൂസ് ചെയ്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബേബി ഹെയർ പോവും. അതുപോലെ തന്നെ നല്ല ഹെയർ ഉള്ളവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 to 3 months ഇത് യൂസ് ആക്കണമെങ്കിൽ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID യൂട്യൂബിലുണ്ട്, ഒന്ന് അതിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടുനോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. ഈ ഒരു ഹോം റെമഡിയുടെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഹെയർ റിമൂവൽ മാത്രമല്ല, നമുക്കുണ്ടാകുന്ന സൺ ടാനൊക്കെ മാറി നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരും ഈ ഒരു പാക്ക്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് എൻ്റെ ഫേസിലുണ്ടായ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നല്ലൊരു ഗ്ലോ ആണ് എൻ്റെ ഫേസിലുണ്ടായത്. വാക്സിങ് ആണോ അതോ ഈ ഒരു പാക്ക് ആണോ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. എന്നെപ്പോലെ നിങ്ങൾക്ക് വേദന സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു പാക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ട്, ഒരു ഇൻസ്റ്റൻറ്റ് ഹെയർ റിമൂവലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വാക്സ് ട്രൈ ചെയ്യുക. കുറച്ച് പെയിൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.